നല്ല അതിമനോഹരമാണ്. ശ്രീ പാർവതി പരമേശ്വരനോട് ചോദിക്കുന്നതായിട്ടാണ്. തതോ ജഗന്മംഗളമംഗളാത്മനാ വിധായ രാമായണ കീർത്തിമുത്തമാം ചചാര പൂർവാചരിതം രഘുത്തമോ രാജർഷിവര്യൈരഭിസേവിതം യഥാ. അതിമനോഹര. ഈ രാമൻ തപശ്ചര്യയിൽ ഈ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം സീതയുടെ വിരഹം, സീതയെ നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് രാമൻ കഴിഞ്ഞത്? രാമന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? എക്സ്ട്രീമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു രാമൻ എന്ന് പറയുമ്പോൾ അയാൾ വലിയ ഒരു രാജ്യത്തിൻ്റെ ഉടമയും തൊട്ടു മുമ്പ് അഭിഷേക മന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോഴാണ് മൂപ്പരുടെ മന്ത്രിസ്ഥാനം പോകുന്നത്. മന്ത്രിസ്ഥാനം പോട്ടെ, പിന്നെ വേറെ ഏതെങ്കിലും പാർട്ടി ചേരാന്ന് വിചാരിച്ചാൽ അത് നടക്കുമോ? ഇവിടെ രാഷ്ട്രീയം ഇതിലൊന്നും ഉണ്ടാവരുത്, വേഗം വിട്ടോളാനാ പറയണം കാട്ടിലേക്ക്. അങ്ങനെ കാട്ടുപോയ ആളാണ് അദ്ദേഹം. എങ്ങനെ പിന്നെയാണ് ഈ സീത നഷ്ടപ്പെടുന്നതൊക്കെ? അപ്പൊ ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ശ്രീ പരമേശ്വരനോട് ചോദിക്കുന്ന അതിന് ഉത്തരമായിട്ടാണ് ഈ ഭാഗം പറഞ്ഞ് ലക്ഷ്മണൻ ഇത് ചോദിക്കുന്നത്. സൗമിത്രി ഇവിടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ നൃഗന്റെ കഥ പറയും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, കൊടുക്കുക എന്നത്, ദാനം എന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ അത് ശ്രദ്ധാപൂർവമായിരിക്കണം. അതുകൊണ്ടാ ശ്രദ്ധയാദേയം. അപ്പൊ ശ്രദ്ധ ഇല്ലാതെയാണ് അത് നൽകിയതെങ്കിലോ അതിന് വിപരീത ഫലം ഉണ്ടാവും. അതായത് എത്ര വലിയ ഗുണസമ്പന്നനാണെങ്കിലും അപ്പൊ അസ്ഥാനത്ത് കയറി സ്ഥാനം തെറ്റി ചില മൂല്യങ്ങൾ ഇരിക്കുക, അതാണ് പരയാ കൃപയാ ആവിഷ്ട. അങ്ങനെ ഒരു കൃപ ആവേശിച്ചതിലൂടെയാണ് അർജുനൻ എന്തുണ്ടായത്? അർജുനന്റെ കാഴ്ച പൂർണ്ണമായി തെറ്റാണ് എന്നല്ല,